നമസ്കാരം. നക്ഷത്ര വാരഫലം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മെയ് 19 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ 12 കൂറുകാർക്കും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മേടരാശിക്കാർക്ക് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കരുത്. ഇടവം രാശിക്കാർ ഈ ആഴ്ച ഗുണകരമാകും. മിഥുനം രാശിക്കാർക്കാകട്ടെ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണം. കർക്കിടകം രാശിക്കാർക്ക് ഈ ആഴ്ച ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. ചിങ്ങം രാശിക്കാർക്ക് ഇത് ഒരു സമ്മിശ്ര ഫലമുള്ള ആഴ്ചയായിരിക്കും. കന്നി രാശിക്കാർക്ക് ജോലിസ്ഥലത്ത് വലിയ വിജയം നേടാൻ സാധ്യതയുണ്ട്. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശ്രദ്ധിക്കണം. വൃശ്ചികം രാശിക്കാർ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും ശ്രദ്ധിക്കണം. ധനുരാശിക്കാർ ഈ ആഴ്ച വളരെ തിരക്കുള്ളതായിരിക്കും. മകരം രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലമായിരിക്കും. കുംഭരാശിക്കാർക്ക് എല്ലാ കാര്യത്തിലും ധൃതി ഒഴിവാക്കണം. മീനം രാശിക്കാർ ഈ ആഴ്ച അനുകൂലമാണ്. വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഓരോ രാശിക്കാർക്കും ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് വിശദമായി നോക്കാം. മേടരാശിക്കാർക്ക് മേടം രാശിക്കാർ ഈ ആഴ്ച മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പോലും പാഴായി പോകാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ എതിരാളികൾ ഈ സമയം കൂടുതൽ ശക്തരാകാൻ സാധ്യതയുണ്ട്. കച്ചവടത്തിൽ ശ്രദ്ധയും ജാഗ്രതയും വേണം, അല്ലെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ പകുതിയിൽ കോടതി സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റു തർക്കങ്ങൾക്കോ വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വീട്ടിലെ കാര്യങ്ങളും ജോലിയും ഒരുപോലെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആഴ്ചയുടെ അവസാനത്തിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തർക്കങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ഇഷ്ടമുള്ളവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ചേക്കാം. ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. സന്തോഷവും നല്ല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കാണാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സന്തോഷം നൽകും. ആഴ്ചയുടെ പകുതിയിൽ മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേര് ലഭിക്കും. കൂടുതൽ ആളുകൾ നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഈ ആഴ്ചയിൽ വീട്ടിലുള്ളവരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. കച്ചവടത്തിൽ ഒരുപാട് ദൂരം മുന്നിൽ കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ഇഷ്ടമുള്ളവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. വീട്ടുകാർ നിങ്ങളുടെ ബന്ധം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. മാതാപിതാക്കളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും. മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ ആഴ്ച ഏതൊരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പും നന്നായി ആലോചിക്കണം. നിങ്ങൾക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവരുമായി സംസാരിക്കുക. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ സഹായിക്കും. ഈ ആഴ്ച ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സാധാരണ രീതിയിൽ മുന്നോട്ടു പോകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. നിങ്ങളുടെ പങ്കാളി എല്ലാ കാര്യത്തിലും നിങ്ങളെ സഹായിക്കും. കർക്കിടകം കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. വീട്ടിലും പുറത്തുമുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ അവഗണിക്കാൻ ശ്രമിക്കുക. ദേഷ്യം നിയന്ത്രിക്കുക. നല്ല സമയം വരുന്നതുവരെ കാത്തിരിക്കുക. എല്ലാത്തിനെയും ധൈര്യത്തോടെ നേരിടുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ആഴ്ചയുടെ പകുതിയോടെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ കോടതിയിൽ പോകാതെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച ഒരു സമ്മിശ്ര ഫലമുള്ള ആഴ്ചയായിരിക്കും. ചില സമയങ്ങളിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും.
എന്നാൽ മറ്റു ചില സമയങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീയുടെ സഹായത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാലമായി കാത്തിരുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറും. കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഷ്ടമുള്ള ഒരാളുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. ഒരു മുതിർന്ന വ്യക്തിയുടെ സഹായത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ആഴ്ചയുടെ പകുതിയിൽ യാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ജോലിഭാരം ഉണ്ടാകും. കച്ചവടത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം. നിങ്ങളുടെ കച്ചവടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പണം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സാധാരണ രീതിയിൽ പോകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ജോലിസ്ഥലത്ത് വലിയ വിജയം നേടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ശമ്പളം കൂടുവാനും സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഗ്രഹം ഈ ആഴ്ച നടക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു. ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും. വീട് വാങ്ങുവാനും വിൽക്കുവാനും സാധ്യതയുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ലാഭം കിട്ടാനും. ഈ ആഴ്ചയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. ഭാര്യയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ചേക്കാം. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്ത് ഒരു തെറ്റും വരുത്താതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അറിയാതെ തന്നെ ചില ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം. മറ്റുള്ളവരുമായി കൂടുതൽ അടുപ്പം കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നിങ്ങളുടെ കീർത്തിയെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. ഈ സമയം കച്ചവടത്തിൽ വലിയ റിസ്ക് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കോടതിയിലുള്ള കാര്യങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ആഴ്ചയുടെ പകുതിയിൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. കൂടുതൽ ജോലി ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ക്ഷീണം തോന്നാം. പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് നല്ല സമയമുണ്ടാകും. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വൃശ്ചികം. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ശ്രദ്ധിച്ച് ഓടിക്കുക. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാവാം. ഈ ആഴ്ചയുടെ പകുതിയിൽ കുടുംബത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടിലുള്ളവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച കച്ചവടം കുറയാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ സൂക്ഷ്മതയോടെ ഇടപെടുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സാധാരണ രീതിയിൽ പോകും. ധനു. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച വളരെ തിരക്കുള്ള ദിവസങ്ങളായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ ജോലിസ്ഥലത്ത് കൂടുതൽ ജോലി ഉണ്ടാകും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ എല്ലാ ജോലികളും കൃത്യസമയത്ത് തീർക്കാൻ സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കും. വിദേശത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. കച്ചവടത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റ് തെറ്റാൻ സാധ്യതയുണ്ട്. സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ കൂടുതൽ പണം ചിലവഴിക്കും. കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ സാധ്യതയുണ്ട്. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങൾ ഒരാളോട് ഇഷ്ടം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. കുടുംബത്തോടൊപ്പം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും ഉണ്ടാകും. മകരം. മകരം രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു സമ്മിശ്ര ഫലമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തുക. ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങൾക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഇത് വീട്ടിലുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലോ വസ്തു സംബന്ധമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. കച്ചവടത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്.
ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ താമസമുണ്ടാവാം. ഇത് നിങ്ങൾക്ക് സങ്കടമുണ്ടാക്കാം. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ചേക്കാം. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച എല്ലാ കാര്യത്തിലും ധൃതി കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യവും ആലോചിക്കാതെ എടുത്തുചാടി ചെയ്യരുത്. പിന്നീട് നിങ്ങൾ വിഷമിക്കേണ്ടി വരും. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പോലും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു കാര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ കഷ്ടപ്പെടുക. ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും. കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ വിഷമിക്കും. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. മീനരാശിക്കാർക്ക് ഈ ആഴ്ച അനുകൂലമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലാഭം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനമുണ്ടാകും. നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിങ്ങളെ സഹായിക്കും. ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങൾ മടി കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. ഈ ആഴ്ചയുടെ അവസാനത്തിൽ കുടുംബത്തോടൊപ്പം യാത്ര പോകാനും സാധ്യതയുണ്ട്. ഇന്നത്തെ നക്ഷത്രവാരഫലം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ മാറാം, ദിവസങ്ങൾ മാറാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.